പോലീസ് വല്ലാത്ത പ്രശ്നമായി വരുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ഇന്ന് എല്ലാ ന്യൂസുകളും എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിന്റെ ഒരു വേർഷനാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഉപദ്രവിച്ചു അല്ലെങ്കിൽ തല്ലി എന്ന് പറയുന്നതിന്റെ ഒരു വേർഷൻ ഉണ്ട്. ഓക്കെ, അത് ഒരിക്കലും നടക്കാൻ പാടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നോക്കിക്കേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ആളുകളിൽ 50% ആളുകൾ പ്രതികളും 50% ആളുകൾ വാദികളുമാണ് എങ്കിൽ അവിടെ വരുന്ന 50% ആളുകൾ മാത്രമേ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സ്ട്രെസ് മറ്റാളുകൾ പറയുന്നതിനകത്തുള്ള സ്ട്രെസ് ഉണ്ട്. അതായത് 4 തരത്തിലുള്ള മെസ്സേജ് മിനിമം വരുന്നുണ്ട്. പൊളിറ്റീഷ്യൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഉന്നത മേലാധികാരികൾ പറയുന്നുണ്ട്, വാദികൾ സംസാരിക്കുന്നുണ്ട്, പ്രതികൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഓവർ സ്ട്രെസ്, പലതരത്തിലുള്ള മെസ്സേജ് വന്നിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ്, അങ്ങനെ വരുമ്പോൾ അവരുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഉദ്യോഗസ്ഥരും വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമായും ആളുകളെ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനെ വരും. അപ്പൊ സ്ട്രെസ് റിലീസ്, സ്ട്രെസ്സിനെ കളയാനായിട്ടും അതുപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെന്റ്, കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാം, അതിനെ അടിക്കുന്നതിന് പകരം എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം, എത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഏറ്റവും അനിവാര്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായിട്ടും പണ്ടൊക്കെ അത് കൊടുത്തിരുന്നു. ഇപ്പം ഞാനൊക്കെ കുറെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെന്റും അതുപോലെ തന്നെ സ്ട്രെസ് റിലീസിനുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ വളരെ നന്നായിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് പേരെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ കൈകാര്യം ചെയ്യുന്ന ഏത് മേഖലയിലും ആളുകൾക്ക് അവരുടെ മനോഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സിനെ കൂട്ടാനുള്ള നിരവധി മാർഗങ്ങൾ ഉണ്ടാകും. അത് കുറയ്ക്കാനുള്ള മെത്തേഡുകൾ കണ്ടെത്തേണ്ടതും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചുമതലയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.